ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നതിലേക്ക് നമ്മൾ പോവുകയാണ്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണത്. 79 പോയിന്റോടെയാണ് കേരളം ഒന്നാമതെത്തിയത്. ബീഹാറാണ് ഏറ്റവും പിന്നിൽ. കേരളത്തിന്റെ നേട്ടം കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ വിശദാംശങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, വളരെ സന്തോഷം നൽകുന്ന അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത്. സൂചികയിൽ കേരളം ഒന്നാമത് വന്നിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ ഈ മുന്നേറ്റം? പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അഭിമാനകരമായ നേട്ടം കൈവരിച്ചുകൊണ്ടാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ വീണ്ടും കേരളം ഒന്നാമതെത്തിയെന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. ഇത് കേരളത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ചും പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കടുത്ത അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേരളം ഇത്തരം വികസന നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് ഈ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത്. 2020-ലും 2021 സൂചികയുടെ പട്ടിക വന്ന സൂചികയിൽ പോലും കേരളം ഒന്നാമതായിരുന്നു. അന്ന് കേരളം 75 പോയിന്റോടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തി നേട്ടം കൈവരിച്ചതെങ്കിൽ ഇത്തവണ അത് 4 പോയിന്റ് കൂടി ഉയർത്തിക്കൊണ്ട് 79 പോയിന്റ് നേടിക്കൊണ്ടാണ് കേരളം ഒന്നാമതെത്തിയത്. നമുക്കറിയാം, കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ കേരളത്തെ പിന്നോട്ടടിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കേരളത്തെ താഴ്ത്തിക്കെട്ടുന്നതിനുള്ള വാർത്തകൾ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങളടക്കം നൽകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ അവഗണനയെല്ലാം മാറ്റിക്കൊണ്ട് വികസന നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് വിവിധ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും നോക്കേണ്ടത് പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത് പരിസ്ഥിതി, ലിംഗസമത്വം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വീണ്ടും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന എന്ന ഏറ്റവും അഭിമാനകരമായ വാർത്ത പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും വലിയ അവഗണന കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി വലിയ തരത്തിൽ ഞെരുക്കുന്നു. കേരളത്തിന് ലഭിക്കേണ്ട വായ്പകളൊക്കെ തന്നെയും നികുതി ഒക്കെ തന്നെയും വെട്ടിച്ചുരുക്കിക്കൊണ്ട് വലിയ തരത്തിൽ കേരളത്തെ വീർപ്പുമുട്ടിക്കുമ്പോഴും വികസന ലക്ഷ്യങ്ങളൊക്കെ തന്നെയും എങ്ങനെയാണോ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് അതൊക്കെ തന്നെയും ഓരോ പടിപടിയായി നേട്ടം കൈവരിക്കുന്ന കാഴ്ച നമ്മൾ വിഴിഞ്ഞമടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പുതുതായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് കേരളം എത്തുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ക്ഷേമ പെൻഷൻ അടക്കം മുടക്കമില്ലാതെ നൽകുന്നു. സാമ്പത്തിക ഞെരുക്കത്തിലും സാധാരണക്കാരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നേട്ടം തന്നെയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. പ്രിയ സ്വാതി, ഇവിടെ എടുത്തു പറയേണ്ട കാര്യവും അതുതന്നെയാണ്. ആ പരിഗണിച്ച മേഖലകൾ ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങി 16 വികസന ലക്ഷ്യങ്ങൾ പരിഗണിച്ച് ഈ റിപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിനെതിരെയും സർക്കാരിനെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്ന ഒരു സമീപനം, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു മുന്നേറ്റം പ്രവർത്തിച്ച് കാട്ടിക്കൊണ്ട് കേരളം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം. ഈ 4 പോയിന്റ് ഉയർത്തി എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന് തന്നെ വേണ്ടേ ഇതിനെ പറയാൻ? തീർച്ചയായും പ്രിയ, അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും കേരളത്തിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതേപടി നടപ്പിലാക്കുന്നതിൽ ദേശീയപാത വികസനം അടക്കമുള്ള വിഷയങ്ങൾ, വികസന പദ്ധതികൾ, ഈ വിഴിഞ്ഞമടക്കമുള്ള ഏറ്റവും സുപ്രധാന പദ്ധതികളിലൊക്കെ തന്നെയും ഒരു വീഴ്ചയും വരുത്താതെ അത് പ്രഖ്യാപിച്ചതുപോലെ തന്നെ നടപ്പിലാക്കുന്നതിൽ കേരളത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം, അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിശ്ചയദാർഢ്യം ഈ ഒരു നേട്ടത്തിന് ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ട്. അത് പരിഗണിക്കാതെ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച വലിയ ഈ വിഴിഞ്ഞമടക്കം സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുമ്പോൾ പോലും വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും കേരളത്തെ വേട്ടയാടാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ഒക്കെ തന്നെയും അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് കേരളം എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് മലയാളികൾക്കടക്കം വലിയ അഭിമാനകരമായ നേട്ടമായി തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇതിൽ ഒന്നാമത് ഈ കേരളത്തോടൊപ്പം തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡ് കൂടിയാണ്.
രണ്ടാം സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് തമിഴ്നാട് കൂടിയാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഈ ഇന്ത്യയുടെ സുസ്ഥിര വികസന പോയിന്റ് 66 നിന്നും 71 ആകം രാജ്യത്തിന്റെ സുസ്ഥിര വികസന പോയിന്റ് 71 ഉയർന്നു എന്നുള്ള നേട്ടം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളം കഴിഞ്ഞ ഘട്ടത്തിലും ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്നു. എന്നാൽ പോയിന്റ് നില പരിശോധിക്കുമ്പോൾ വലിയ നേട്ടം ഇത്തവണ അതിലും കൂടുതൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായി കാണേണ്ടത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കേരള മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നിന്നും ഒരിക്കലും കേരള സർക്കാർ പിന്നോട്ടില്ല, സാധാരണക്കാരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള വികസനം തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഈ ക്ഷേമ പെൻഷൻ അടക്കം ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് കുതിച്ചു ചാടുമ്പോൾ വലിയ അഭിമാന നിമിഷം തന്നെയാണ്. കേന്ദ്ര സർക്കാരിനും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ചും കേരളത്തെ പലതവണ സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയ, ശരി സ്വാതി, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു. 79 പോയിന്റോടെയാണ് കേരളം ഒന്നാമത് എത്തിയത്. 4 പോയിന്റാണ് കഴിഞ്ഞ തവണത്തേക്കാൾ 4 പോയിന്റാണ് വർദ്ധിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ നേട്ടം ഈ കേന്ദ്രത്തിന്റെ കടുത്ത അവഗണനയ്ക്കിടയിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്നും നൽകിയത്.